ആ ബ്ലോക്കിലാണെന്നാ തോന്നുന്നു. ഈ സ്റ്റൈലൊന്നും ഇവിടെ ചിലവാവില്ല മോനെ. കൊള്ളാലോ അളിയാ. ഇതേതാടാ ഈ പുതിയ അവതാരം? എന്നതാടാ രാവിലെ കാച്ചിലും പുഴുക്കുവാന്നോ കഴിച്ചേ? കൂവിൽ നിന്നൊരു ആയം പോരാ അല്ലയോടാ? വേണ്ട സാർ. ചോദിക്കട്ടെ, കൂവിക്കേ. നേരത്തെ കൂവി ആരാന്ന് വെച്ചാ ഒന്നുകൂടെ കൂവണം. അല്ലെങ്കിൽ ആയത്തെ കൂവലിനെ ഒരു അഹങ്കാരം വരും. വേണ്ട ബാബി, ഒരുപാട് ഇത്തരം വരാന്തേ കൂടെ നടന്നാ ഇതുവരെ എത്തിയേ. എന്റെ റോഡിലൂടെ മങ്ങണി വണ്ടി ഓടിച്ച് പഠിക്കല്ലേ. എന്താ പ്രശ്നം? വെറുതെ സാർ, ഒന്നുമില്ല. ഓ, ഒന്നുമില്ല സാറേ. പിള്ളേര് വരാന്തയിൽ കുറുക്കന് പഠിക്കുക. ഐ എം സോറി, ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പളാ. നമസ്കാരം. ഇവരുടെ കാര്യം ഞാൻ പിന്നീട് ഡീൽ ചെയ്തോളാം. നിങ്ങൾ വന്നത്? ഞാനിവന്റെ അഡ്മിഷൻ കാര്യത്തിന് ഫാദർ ഇടമണ്ണയിൽ വിളിച്ചില്ലായിരുന്നു. ഓക്കെ. ജോ എന്നല്ലേ പേര്? അതെ സാർ. സ്പോർട്സ് കോട്ട് അഡ്മിഷൻ അല്ലേ? എല്ലാരും ക്ലാസ് വെക്കോ. നമുക്ക് ഓഫീസിലേക്ക് പോവാം. വാ. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. ബോർഡ് കണ്ടില്ലേ? കമാൺ. പിന്നെ ഞാൻ ഇവിടെ എങ്ങും വരേണ്ട ആളല്ല. അത് മനസ്സിലായി. By the way, what is your name? ജോ. Oh, Joe. Come on. From സ്ഥലം? ഹൈ റേഞ്ചിലാ. സ്പോർട്സ് ആണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇവിടെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയവരൊക്കെ പഠിക്കാൻ കുറച്ച് ലോ ആണെങ്കിൽ സ്പോർട്സിൽ ഹൈ റേഞ്ചാ. ചേട്ടന്റെ പേര്? ചേട്ടാന്നൊന്നും വിളിക്കണ്ട. വിശാൽ. Come on. അതെ, വിശാൽ വിശ്വനാഥ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേരിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല. പിന്നെ വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി ഇത് ജസ്റ്റ് ഒരു ടൈം പാസ്. ഓ, അപ്പൊ സ്ഥിരമല്ല അല്ലേ? അല്ല, യൂണിഫോം ഇല്ലാത്തോണ്ട് ചോദിച്ചാ. എഴുന്നേറ്റ് പോടെ. താൻ എന്ത് വിട്ടിത്തരോടെ പറഞ്ഞത്? ഇവിടെ എന്താ സ്ഥിരമായിട്ടുള്ളത്? എല്ലാം മിഥ്യയല്ലേ. ഇപ്പൊ തന്നെ താൻ ഇന്നലെ വരെ എവിടെയായിരുന്നു? അത് വീട്ടില്. അപ്പൊ ഇന്നോ? ഇവിടെ. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഒന്നിനും ഒരു സ്ഥിരതയില്ല. ഇന്നലെ ഒന്ന് സംഭവിക്കുന്നു, ഇന്നൊന്ന് സംഭവിക്കുന്നു. ഇതിനെയാണ് പ്രപഞ്ചത്തിന്റെ പ്രകേളിയ എന്ന് പറയുന്നത്.